ഹായ് മക്കളെ, നമ്മൾക്കിന്ന് പേജ് നമ്പർ 18 ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 4 മാർക്കിന് ചോദിക്കാൻ സാധ്യത ഏറ്റവും കൂടുതലുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണിത്. ഇത് നമുക്ക് എങ്ങനെയാണ് സിമ്പിളായിട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ദി സം ഓഫ് ദി ഡിജിറ്റ്സ് ഓഫ് എ 2-digit നമ്പർ ഈസ് 11. The number got by interchanging the digit is 27 more than the original number. What is the number? അപ്പം എന്താണ് പറയുന്നുള്ളത്? 2-digit നമ്പർ ആണ് അല്ലേ. 2-digit നമ്പർ എന്ന് പറയുമ്പം എന്താണ്? ഇപ്പം സപ്പോസ് നമുക്ക് 21 എന്ന് വെച്ചോ. ഈ 21 ഉള്ളതൊരു 2-digit നമ്പറാണ്. ഓക്കെ, ഇതെന്ന് പറയുന്നത് 10th പ്ലേസിലുള്ള നമ്പറാണ്. ഏത് പ്ലേസിലാണ്? 10th പ്ലേസിൽ. ഈ 1 എന്ന് പറയുന്നത് 1st പ്ലേസിലുള്ള നമ്പറാണ്. 1st പ്ലേസിലുള്ള നമ്പറാണ്. ക്ലിയർ അല്ലേ? അപ്പം നമ്മൾ 21 എന്ന് പറഞ്ഞാൽ ഇത് 2 എന്ന് പറയുന്നത് 10th പ്ലേസിലുള്ള നമ്പറും 1 എന്ന് പറയുന്നത് 1st പ്ലേസിലുള്ള ഒരു നമ്പറാണ്. അങ്ങനെയുള്ള 2-digit നമ്പറാണ് നമുക്ക് എടുക്കേണ്ടത്. ഓക്കെ, അതിൽ ഞാൻ 10th പ്ലേസിലുള്ള നമ്പർ എക്സും 1st പ്ലേസിലുള്ള നമ്പർ ഞാൻ വൈ ആയിട്ട് എടുക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് എന്തെടുക്കാം? ലെറ്റ് us take the digit in 10th place. അതെന്തായിട്ട് എക്സ് ആയിട്ട് എടുക്കാം. അതുപോലെ തന്നെ the digit in 1st place ഈക്വൽ ടു നമുക്ക് എന്തായിട്ട് എടുക്കാം? വൈ ആയിട്ട് എടുക്കാം. അപ്പം 2-digit നമ്പറാണ്. 10th പ്ലേസിലുള്ള നമ്പർ ഏതാണ്? എക്സും 1st പ്ലേസിലുള്ള നമ്പർ ഏതാണ്? വൈ ആണ്. ഇപ്പം നമ്മൾ 21 നേരത്തെ എടുത്തില്ലേ? 21 എന്ന് പറയുന്നത് ഒരു 2-digit നമ്പറാണ് അല്ലേ. അപ്പം അതിന് നമുക്ക് 2 എവിടെയുള്ളത്? 10th പ്ലേസിൽ അല്ലേ. ഇതിൻ്റെ എക്സ്പാൻഡഡ് ഫോം എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ 21ൻ്റെ എക്സ്പാൻഡഡ് ഫോം എന്ന് പറഞ്ഞാൽ 2 × 10 + 1 × 1st പ്ലേസിലുള്ളത്. അപ്പോൾ 2 × 1 എത്രയാണ്? 20 + 1 × 1 എന്ന് പറഞ്ഞാൽ 1. ദാറ്റ്സ് ഈക്വൽ ടു 21. അതാണ് ഏത്? ഈ 21. ക്ലിയർ അല്ലേ? അതേപോലെ തന്നെ നമുക്ക് ഇതിനെയും എക്സ്പാൻഡഡ് ഫോമിലേക്ക് മാറ്റാം. അതിൻ്റെ എക്സ്പാൻഡഡ് ഫോം എന്തായിരിക്കും? ഇതിൻ്റെ എക്സ്പാൻഡഡ് ഫോം എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും വരുന്നത് നോക്കുക. അതായത് 10th പ്ലേസിലുള്ള ഡിജിറ്റ് ഏതാണ്? എക്സ്. 1st പ്ലേസിലുള്ള ഡിജിറ്റ് വൈ. അപ്പം നമുക്ക് എന്ത് എഴുതാം? എക്സ് ഇൻറ്റു 10 അല്ലെങ്കിൽ 10 × എക്സ് പ്ലസ് വൈ ഇൻറ്റു 1. ക്ലിയർ അല്ലേ? അപ്പം നമുക്കിത് എന്ത് വരും? 10x + വൈ. ക്ലിയർ അല്ലേ? ഇത് നമുക്ക് ഈ 2-digit നമ്പർ എന്ന് പറയുന്നത് 10x + വൈ എന്നാണ് അതിൻ്റെ എക്സ്പാൻഡഡ് ഫോം വരുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? പിന്നെ ഇവിടെ വേറൊരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. ഇതിൻ്റെ സബ്ബായിട്ട് പറയുന്നത് എന്താണത്? ദിസ് നമ്പർ ഗോട്ട് ബൈ ഇൻ്റർചേഞ്ചിങ് ദി ഡിജിറ്റ്. ഈ ഡിജിറ്റ് ഇൻ്റർചേഞ്ച് ചെയ്താൽ എന്ത് വരും? ഡിജിറ്റ് ഇൻ്റർചേഞ്ച് ചെയ്താൽ ദി നമ്പർ got by interchanging the number got by interchanging the digits is ഇത് ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ ഇവിടെ എന്താണ്? എക്സിൻ്റെ പ്ലേസിൽ വൈയും വൈൻ്റെ പ്ലേസിൽ എക്സും വരും. അപ്പോൾ ഇതെന്തായിരിക്കും? 10y + x ആയിരിക്കും. 10y + x ആയിരിക്കും. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഇനി നമുക്ക് അവിടെ പറയുന്നുള്ള എന്താണ് ക്വസ്റ്റ്യനിൽ? ഒന്ന് ശ്രദ്ധിക്കുക. ദി സം ഓഫ് ദി ഡിജിറ്റ്സ് ഓഫ് എ 2-digit നമ്പർ ഈസ് 11 എന്നാണ് അല്ലേ. നമ്മൾ ഏതെല്ലാം 2-digit നമ്പർ എടുത്തത്? ഒന്ന് എക്സ് എടുത്തു, അടുത്തത് വൈ എടുത്തു. അതിൻ്റെ രണ്ടിൻ്റെ സം എത്രയാണ്? 11 ആണ്. അതിന് നമുക്ക് എന്ത് എഴുതാം? ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ അല്ലേ? പിന്നെ അടുത്ത കണ്ടീഷൻ എന്താണെന്ന് നോക്കിക്കോ. ദി നമ്പർ ഗോട്ട് ബൈ ഇന്റർചേഞ്ചിങ് ദി ഡിജിറ്റ് ഈസ് 27 മോർ ദാൻ ദി ഒറിജിനൽ നമ്പർ അല്ലേ. ഒറിജിനൽ നമ്പർ എന്തായിരുന്നു? നമ്മളെ 2-digit നമ്പർ 10x + വൈ. അതിനേക്കാളും എത്ര കൂടുതലാണ്? 27 കൂടുതലാണ്. ഏത് സമയത്താണ്? ഇന്റർചേഞ്ച് ചെയ്ത് കിട്ടുന്ന നമ്പർ അല്ലേ. അതായത് 10y + x = 10x + വൈൻ്റെ ഒന്നിച്ച് 27 ആഡ് ചെയ്തതാണെന്ന് പറയുന്നുള്ളത്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? 10y + x ഇതിനെ നമുക്കൊന്ന് ജസ്റ്റ് ഇങ്ങോട്ടേക്ക് മാറ്റാം. ഓക്കെ അല്ലേ? ഞാൻ
ഈ വേരിയബിൾസിലെല്ലാം ഒരു സൈഡ് വെക്കുന്നുണ്ട്, ആ നമ്പറിനെ മാത്രം അപ്പുറത്തെ സൈഡ് വെക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഉള്ളത് എന്താണ്? ഈക്വൽ ടു 10x പ്ലസ് വൈ പ്ലസ് 27 ആണ്. അതിന് ഞാൻ പ്ലസ് 10x ആണ് ഈക്വലിനപ്പുറമുള്ള ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത്. അപ്പം മൈനസ് 10x ആയി. ഇവിടെ ഉള്ളതോ പ്ലസ് വൈ ആണ്. അപ്പം ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ എന്തായി? മൈനസ് വൈ ആയി. ഓക്കെ, ഇനി 27 ഞാൻ ഈക്വലിന് അപ്പുറം തന്നെ വെക്കുന്നുണ്ട്. ക്ലിയർ അല്ലേ? ഇനി എന്തോ ചെയ്യാം? ഇവിടെ ഒരു 10y ഉണ്ട്, അവിടെ ഒരു മൈനസ് വൈ ആണ്. അപ്പം എന്തായി? 9y ആയി മാറി അല്ലേ? പിന്നെയോ പ്ലസ് എക്സും മൈനസ് 10x. അപ്പം നമുക്ക് എന്തായി? മൈനസ് 9x ആയി. ക്ലിയർ അല്ലേ? കാരണം എന്താണ്? ഇവിടെ മൈനസ് ആണ് വലിയത് അല്ലെ? മൈനസ് 10xും പ്ലസ് എക്സും ആണ്. അപ്പോൾ വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ മൈനസ് ചെയ്യാം അല്ലേ? അപ്പം എന്ത് വരും? 10 ഒരു എക്സ് ആണ്. അപ്പോൾ ഒരു എക്സ് പോയാൽ 9x അല്ലേ? 10ന്റെ സൈൻ എന്താണ്? മൈനസ്. അങ്ങനെ മൈനസ് 9x. ക്ലിയർ അല്ലേ? ഈക്വൽ ടു 27. ഓക്കെ അല്ലേ? ഇവിടെ നോക്കാം, ഇവിടെ കോമൺ ആയിട്ട് രണ്ട് ഇത് എക്സിൻ്റെയും വൈൻ്റെ കോഎഫിഷ്യൻ്റ് 9 ആണ്. അപ്പം ഞാനത് ഔട്ട് സൈഡ് എടുക്കുന്നുണ്ട്. രണ്ടിലും ഒരേപോലെ ഉണ്ടെങ്കിൽ നമുക്കത് ഔട്ട് സൈഡ് എടുക്കാം. അപ്പം ഉള്ളിൽ എന്ത് വരും? y മൈനസ് എക്സ് എന്ന് വരും. ഈക്വൽ ടു 27. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? പിന്നെ എന്ത് ചെയ്യുക? y മൈനസ് എക്സ് ഈക്വൽ ടു 27. ഇവിടെയുള്ള ഇൻറ്റു വൈ എന്നുള്ളത് ഇവിടത്തേക്ക് എത്തുമ്പോൾ എന്താവും? ഡിവൈഡഡ് ബൈ 9 ആവും. ക്ലിയർ അല്ലേ? which implies y minus x equal to 27 divided by 9 എന്ന് പറഞ്ഞാൽ എത്രയാണ് ആൻസർ? 3 ആയിരിക്കും. 27നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആൻസർ 3. അപ്പം ഇതിന് നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് എടുക്കാം. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഇക്വേഷൻ നമ്പർ 1 എന്തായിരുന്നു? എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 11 അല്ലേ? ഇക്വേഷൻ നമ്പർ 1. അടുത്ത എന്താണ്? ഇക്വേഷൻ നമ്പർ 2 എന്തായിരുന്നു? y മൈനസ് എക്സ് അല്ലേ? y മൈനസ് എക്സ് ഈക്വൽ ടു 3 എന്നാണ് കിട്ടിയത്. അപ്പം ഞാൻ അതിനെ മൈനസ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 3. അങ്ങനെ 2 ഇക്വേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ? ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് എടുക്കാത്. ഇക്വേഷൻ നമ്പർ 2 അല്ലേ? 2 ഇക്വേഷൻ നമുക്ക് കിട്ടി. ഒന്ന് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 11, അടുത്തതോ മൈനസ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 3. ക്ലിയർ അല്ലേ? ഇത് ക്ലിയർ അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ 2 ഇക്വേഷനും ആഡ് ചെയ്ത് വെക്കാം. ഇക്വേഷൻ നമ്പർ 1 പ്ലസ് ഇക്വേഷൻ നമ്പർ 2. ഓക്കെ അല്ലേ? അപ്പം ഞാൻ എന്ത് എഴുതുന്നുണ്ട്? ഇക്വേഷൻ നമ്പർ 1 എന്താണ്? നമുക്ക് ലെഫ്റ്റ് സൈഡ് നോക്കാം എന്താണെന്ന്. എക്സ് പ്ലസ് വൈ അല്ലേ? പ്ലസ് മൈനസ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 11 പ്ലസ് 3 ആണ്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? എക്സും മൈനസ് എക്സ്, ഇതെന്താണ്? എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് പ്ലസ് വൈ, സോറി പ്ലസ് എക്സ് അല്ല മൈനസ് എക്സ്. അപ്പോൾ എന്ത് വരും? എക്സും മൈനസ് എക്സും 0 ആയിട്ട് പോയി. അപ്പോൾ എന്ത് കിട്ടി? 2y ഈക്വൽ ടു 14 കിട്ടി അല്ലേ? 2y ഈക്വൽ ടു 14 കിട്ടി. ദെർഫോർ y ഈക്വൽ ടു 14 ഡിവൈഡഡ് ബൈ 2. 14 ഡിവൈഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ ആൻസർ എത്രയാണ്? 7 ആണ്. അപ്പം നമുക്ക് വൈൻ്റെ വാല്യൂ കിട്ടി അല്ലേ? ഏതാണ്? y ഈക്വൽ ടു 7 എന്ന് കിട്ടി. നമുക്ക് വൈൻ്റെ വാല്യൂ എത്ര കിട്ടി? 7 എന്ന് കിട്ടി. ക്ലിയർ അല്ലേ? വൈൻ്റെ വാല്യൂ നമുക്ക് 7 ആയിട്ട് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? y ഈക്വൽ ടു 7 ഇൻ ഇക്വേഷൻ നമ്പർ 1 കൊടുക്കാം. y ഈക്വൽ ടു 7 ഇൻ ഇക്വേഷൻ 1 എന്ത് കിട്ടും നോക്കാം? എക്സ് പ്ലസ് 7 ഈക്വൽ ടു 11 അല്ലേ? എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 11 ആയിരുന്നു കിട്ടിയിട്ടുണ്ടായത്. അപ്പോൾ എക്സ് പ്ലസ് 7 ഈക്വൽ ടു 11. Therefore x equal to 11 minus 7. 11 minus 7 എത്രയായിരിക്കും? 4 ആണ്. അപ്പം നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടി അല്ലേ? എക്സ് ഈക്വൽ ടു 4 എന്ന് കിട്ടി. അപ്പം എക്സിൻ്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? 4 കിട്ടി. വൈൻ്റെ വാല്യൂ നേരത്തെ കണ്ടുവച്ചിട്ടുണ്ട്, അത് എത്രയായിരുന്നു? 7 ആയിരുന്നു അല്ലേ? അപ്പം നമുക്ക് എന്താ വേണ്ടത്? നമ്പർ ഏതാണ്? നമ്മളെടുത്തത് ഒരു 2 ഡിജിറ്റ് നമ്പറാണ് അല്ലേ? അപ്പം ആ 2 ഡിജിറ്റ് നമ്പർ ഏതാണെന്നാണ് നമുക്ക് കണ്ടെത്തേണ്ടത് അല്ലേ? അപ്പോൾ ദി നമ്പർ ഏതാണ്? നമ്പർ ദി നമ്പർ ഈക്വൽ ടു എക്സിൻ്റെ 2 ഡിജിറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെയാണ് ശരിക്കും വരുന്നത് അല്ലേ? അപ്പോൾ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? 10ന്റെ സ്ഥാനത്ത് അല്ലെങ്കിൽ 10th പ്ലേസിലുള്ള എക്സ്, അപ്പോൾ 4. 1st പ്ലേസിലുള്ള വൈ ആണ് 7. അപ്പോൾ നമ്മളെ നമ്പർ ഏതാണ്? 47. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്പേഴ്സ് ഈക്വൽ ടു എന്തായാലും നമുക്ക് എഴുതാൻ പറ്റും 47. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും സിമ്പിളായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. ഇത് 4 മാർക്കിന് എക്സാമിന് 100% ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. 100% ചോദിക്കാൻ സാധ്യതയുള്ള
ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? അത് എക്സാമിന് വരും. ഓക്കെ അല്ലേ?